Praise the Lord. Hallelujah. കർത്താവിന്റെ പരിശുദ്ധ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുവാനാകട്ടെ. ഏതാണ്ട് 1.5 മണിക്കൂർ വൈകിയാണ് ഇന്ന് രാത്രി ലൈവിൽ വരുവാൻ ഇടയായത്. എന്നാണ് പകലിൽ എന്റെ മൂത്ത മകളുടെ വിദ്യാഭ്യാസ സംബന്ധമായി അവളുടെ കോളേജിൽ പോകേണ്ടതായി വന്നു. അവൻ അതുകൊണ്ട് ഞങ്ങൾ വൈകിയാണ് ഭവനത്തിലെത്തിയത്. ഇന്ന് രാത്രി വൈകിയാണെങ്കിലും ഫാമിലി ബ്ലെസ്സിംഗ് ടുഡേ നൈറ്റ് 37ാമത്തെ രാത്രി പ്രാർത്ഥനയിൽ വീണ്ടും ഒരുമിച്ച് കൂടുവാൻ ദൈവമായ കർത്താവ് എനിക്ക് മുഖാന്തരങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഒരുപക്ഷെ ചിന്തിക്കുന്നവരുണ്ടാകും ഈ രാത്രി എന്തിനാണ് ഈ സന്ദേശം പങ്കുവെക്കുന്നതെന്ന്. അവൻ പരിശുദ്ധാത്മാവ് നൽകിയ നിയോഗം അതൊന്നു മാത്രമാണ്. ഇന്ന് രാത്രിയിലും ഈ സോഷ്യൽ മീഡിയയുടെ ലോകത്തിന്റെ അറ്റത്തോളം ഈ സന്ദേശം എത്തിക്കുവാൻ സമയം വേർതിരിച്ചിരിക്കുന്നത്. 14/8/2026 വെള്ളിയാഴ്ച രാത്രി 9:30 ആരംഭിക്കേണ്ട അല്ലെങ്കിൽ 9 മണിക്ക് ആരംഭിക്കേണ്ട ഈ കൂട്ടായ്മ ഇന്ന് രാത്രി ഇനി 10 മണി കഴിഞ്ഞ് 11 മണിയോടടുത്ത സമയത്ത് 2026 226ാമത്തെ ദിവസം. ഹല്ലേലൂയ. വർഷവും ദിവസവും തമ്മിൽ ഭയങ്കര കണക്ഷനാണ്. 2026 226ാമത്തെ ദിവസം രാത്രി. ഹല്ലേലൂയ. അല്പം മണിക്കൂറുകൾ മാത്രമേ ഈ ദിവസം നമ്മൾ വീട്ടിൽ കടന്നു പോകാനുള്ളൂ. ഹല്ലേലൂയ. ഇന്നത്തെ സന്ദേശം ഇതാണ്: വഴിയില്ലെന്ന് തോന്നുന്നെടുത്ത ദൈവം വഴി തുറക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 19-ാം വാക്യം. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, ഞാൻ മരുഭൂമിയിൽ ഒരു വഴി ഉണ്ടാക്കും, നിർജ്ജന പ്രദേശത്ത് നദികൾ ഒഴുക്കും. വിശ്വസിക്കുന്നവർ ആ കരം ഉയർത്തി കർത്താവിന്റെ നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹമുള്ള ദൈവമക്കളെ, സ്നേഹതീരം ഫാമിലിയുടെ ബ്ലെസ്സിംഗ് ടുഡേ നൈറ്റ് 37ാമത്തെ രാത്രിയിലേക്ക് ഇരുന്നവനും ഇരിക്കുന്നവനും ആദ്യനും അന്ത്യനും അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവനുമായ നിസ്തുലനായ യേശു കർത്താവിന്റെ നാമത്തിൽ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, വന്ദനം ചൊല്ലുന്നു. ഹല്ലേലൂയ. സ്വദേശത്ത് വിദേശത്ത് ഭാഗങ്ങളിൽ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ ലോകരാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇന്ന് രാത്രിയിലും ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുകയും വൈകുന്നേരങ്ങളിൽ ഈ സന്ദേശം ശ്രമിക്കുകയും ഇത് അനേകർക്ക് അനുഗ്രഹപ്രദമായി തീരുവാൻ ഷെയർ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും സ്വർഗ്ഗത്തിൽ വലിയവരായ ദൈവം എല്ലാ നിലകളിലും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. സകല മഹത്വവും മാനവും പുകഴ്ചയും ഇന്ന് രാത്രിയിലും ലോകത്തിന്റെ അറ്റത്തോളം ഈ വചനത്തെ എത്തിക്കുവാൻ വിശ്വസ്തനെന്ന് എന്നെയും കുടുംബത്തെയും നമ്മയും ഓരോരുത്തരെയും നിർത്തിയിരിക്കുന്ന കർത്താവിനെ അർപ്പിച്ചുകൊണ്ട് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് വെള്ളിയാഴ്ച ഒരാഴ്ച കൂടെ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോയിരിക്കുന്നു, അല്ലെ? ചിലർക്ക് ഈ ആഴ്ച നല്ല വാർത്തകൾ ലഭിച്ചിട്ടുണ്ടാകും, ചിലർക്ക് സന്തോഷം ഉണ്ടായിട്ടുണ്ടാകും. പക്ഷെ ചിലർ ഈ രാത്രി ഇവിടെ ഇരിക്കുന്നത് ഹൃദയത്തിൽ ഒരു വലിയ ചോദ്യവുമായിട്ടാണ്. ഹല്ലേലൂയ. ഇനി എന്ത് ചെയ്യും? എങ്ങോട്ടാണ് പോകേണ്ടത്? എന്റെ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടോ? ഉണ്ടാകുമോ? ഹല്ലേലൂയ. എന്റെ കുടുംബത്തിന്റെ അവസ്ഥ മാറുമോ? എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വരുമോ? എന്റെ മുമ്പിൽ ഇനി ഒരു വാതിൽ തുറക്കുമോ? ഇത്യാദി ചോദ്യങ്ങളുമായിട്ട് ഇരിക്കുന്നവരുണ്ടാകാം. ചിലപ്പോൾ നമ്മൾ തളരുന്നത് പ്രശ്നം വലുതായത് കൊണ്ട് മാത്രമല്ല, പ്രശ്നത്തിനിടയിൽ ഒരു വഴിയും കാണാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. മുന്നിൽ മതി, പിന്നിൽ സമ്മർദ്ദം, ചുറ്റും ആശയക്കുഴപ്പം. ഹല്ലേലൂയ. അപ്പോൾ മനുഷ്യൻ ചോദിക്കും, കർത്താവേ, ഇനി എങ്ങോട്ടാണ്?
ആമേൻ, ഇന്ന് രാത്രി ദൈവം നിങ്ങളുടെ ഹൃദയത്തോട് പറയുന്നത്, ആമേൻ, നിനക്ക് വഴി കാണുന്നില്ലെങ്കിലും എനിക്ക് വഴി കാണാം. ഹല്ലേലൂയ. ഞാൻ വഴി കാണുന്നുണ്ട്. ആമേൻ, നീ കാണാത്തടുത്ത് ആമേൻ ദൈവം കാണുന്നു. ഹല്ലേലൂയ. നിനക്ക് കഴിയാത്തടുത്ത് ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. നീ അവസാനമെന്ന് കരുതുന്നെടുത്ത് ദൈവം ഒരു പുതിയ തുടക്കം ഒരുക്കിയിരിക്കാം. ഹല്ലേലൂയ. ഏതാനും ചില മണിക്കൂറുകൾ, മിനിറ്റുകൾ മാത്രമാണ് ഈ ദിവസം ശേഷിക്കുന്നത്. ആമേൻ, പുതിയൊരു വഴി, പുതിയൊരു ദിവസത്തിന്റെ പ്രാരംഭത്തിൽ ആമേൻ അതെ അനുഭവിക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ സ്വർഗം തുറക്കുമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര പേർ ആമേൻ പറഞ്ഞ് കരമടിച്ച കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ, ദൈവം ഒരു പുതിയ തുടക്കം ഒരുക്കിയിരിക്കാം. ഹല്ലേലൂയ. വായിക്കാം യെശയ്യാപ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 19-ാം വാക്യം. ഹല്ലേലൂയ. കർത്താവ് പറയുന്നു, ഞാൻ മരുഭൂമിയിൽ ഒരു വഴി ഉണ്ടാക്കും. മരുഭൂമിയിൽ സാധാരണയായി വഴി ഉണ്ടാകില്ല. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ഞാൻ വഴി ഉണ്ടാക്കും. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നിങ്ങളുടെ ജീവിതം ഇപ്പോൾ ഒരു മരുഭൂമി പോലെയാണോ? ദൈവം പറയുന്നു, ആമേൻ, ഞാൻ അവിടെ തന്നെ വഴി ഉണ്ടാക്കും. ഹല്ലേലൂയ. ഒരുപക്ഷെ ഒരമ്മ തന്റെ മകനെ കുറിച്ച് കരയുന്നുണ്ടാകും. ആമേൻ. ഒരച്ഛൻ കുടുംബത്തിന്റെ നാളെയെ കുറിച്ച് ആശങ്കപ്പെടുന്നുണ്ടാകും. ഒരു യുവാവ് ജോലി കിട്ടാതെ വിഷമിക്കുന്നുണ്ടാകും. ഒരാൾ സാമ്പത്തിക ഭാരത്തിൽ ആയിരിക്കാം. ആമേൻ. ഒരാൾ രോഗത്തിന്റെ ആമേൻ വേദനയിലായിരിക്കാം. ഹല്ലേലൂയ. ആമേൻ. മറ്റു ചിലർ തകർന്ന ബന്ധത്തിന്റെ വേദനയിലായിരിക്കാം. ആമേൻ. മറ്റൊരാൾ ആരോടും പറയാൻ അതേ കഴിയാത്ത ഒരു കാര്യം ഹൃദയത്തിൽ ചുമന്ന് നടക്കുകയായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് മാത്രം, തളരരുത്. കാരണം നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാന വാക്ക് അവൻ പ്രശ്നത്തിൻ്റെതല്ല, അവസാന വാക്ക് ദൈവത്തിൻ്റെതാണ്. ഹല്ലേലൂയ. സങ്കീർത്തനം 23:4 അവൻ ഇപ്രകാരം വായിക്കുന്നു, കൂരിരുളിന്റെ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെയുണ്ടല്ലോ. ഹല്ലേലൂയ. ശ്രദ്ധിക്കൂ, ദാവീദ് പറഞ്ഞില്ല എന്റെ വഴിയിൽ ആമേൻ കൂരിരുൾ ഉണ്ടാകില്ല എന്ന്. അവൻ പറഞ്ഞു, കൂരിരുളിന്റെ താഴ്വരയിലൂടെ നടന്നാലും നീ എന്നോട് കൂടെയുണ്ടല്ലോ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ പ്രത്യാശ ആമേൻ വഴി എളുപ്പമായിരിക്കും എന്നതല്ല, വഴിയിൽ ദൈവം കൂടെ ഉണ്ടാകുമെന്നതാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. നമ്മുടെ കണ്ണുകൾ പ്രശ്നങ്ങളിൽ നിന്ന് മാറ്റാം, നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് മാറ്റാം, നമ്മുടെ കുടുംബ പ്രശ്നങ്ങളിൽ നിന്ന് കണ്ണുകൾ മാറ്റാം, നമ്മുടെ ഭാവിയെ കുറിച്ചുള്ള ആ ഭയത്തിൽ നിന്ന് ആമേൻ കണ്ണുകൾ മാറ്റാം, യേശുവിലേക്ക് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യം ആമേൻ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഹല്ലേലൂയ. യേശു വെറും വഴി കാണിക്കുന്നവൻ മാത്രമല്ല, യേശു തന്നെയാണ് വഴി. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി അടുത്തിരിക്കുന്നവരോട് പറയൂ, യേശുവേ, എനിക്ക് വഴി അറിയില്ലെങ്കിലും ഞാൻ അങ്ങയെ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. രാത്രി ആമേൻ പറഞ്ഞേ, യേശുവേ, എനിക്ക് വഴി അറിയില്ലെങ്കിലും ഞാൻ അങ്ങയെ വിശ്വസിക്കുന്നു. യേശുവേ, വാതിൽ എവിടെയാണെന്ന് എനിക്ക് അറിയില്ലെങ്കിലും ഞാൻ അങ്ങയുടെ പിന്നാലെ വരുന്നു. യേശുവേ, എന്റെ ഭാവി അങ്ങയുടെ കയ്യിൽ തരുന്നു. ഹല്ലേലൂയ. പാടാൻ കഴിയുന്നവർ ഹല്ലേലൂയ പാടും. കണ്ണുനീരുള്ളവർ കണ്ണുനീരോടെ ആരാധിക്കൂ. വാക്കുകളിൽ കിട്ടാത്തവർ യേശുവേ എന്ന് വിളിക്കൂ, അവൻ കേൾക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ, യേശുവേ, വഴി കാണാത്ത നേരത്ത് എൻ മുൻപിൽ വഴി തുറക്കണമേ. ഇരുളായ വഴികളിൽ പോലും നീ വെളിച്ചം നിന്ന് നടത്തണമേ. ഹല്ലേലൂയ. മരുഭൂമിയിൽ നീ ഒരു വഴി, വരണ്ട നിലത്തിൽ നീ ഒരു നദി. ആമേൻ. എൻ കണ്ണുകൾ കാണാത്ത വഴിയിൽ വിശ്വാസത്തോടെ നടത്തണമേ. ഹല്ലേലൂയ. അടഞ്ഞ വാതിലുകൾ കണ്ടാലും ഞാൻ പിന്നോട്ട് പോകില്ല. എൻ മുൻപിൽ അവൻ നീ നടക്കുന്നെങ്കിൽ ഭയത്തോടെ ഞാൻ നിൽക്കില്ല. ഹല്ലേലൂയ. എൻ കുടുംബത്തെ നീ കയ്യിൽ തരുന്നു, എൻ മക്കളെ നീ കയ്യിൽ തരുന്നു. എൻ തലമുറ യേശുവിനെ അറിയാൻ എൻ ജീവിതം ഉപയോഗിക്കണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയ.
രാത്രി നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. യേശുവേ, വഴി കാണാത്ത നേരത്ത് എൻ മുമ്പിൽ വഴി തുറക്കണമേ. ഇരുളായ വഴികളിൽ പോലും നിൻ വെളിച്ചം എന്നെ നടത്തണമേ. മരുഭൂമിയിൽ നീ ഒരു വഴി, വരണ്ട നീളത്തിൽ നീ ഒരു നദി. എൻ കണ്ണുകൾ കാണാത്ത വഴിയിൽ വിശ്വാസത്തോടെ നടത്തണമേ. അടഞ്ഞ വാതിലുകൾ കണ്ടാലും ഞാൻ പിന്നോട്ട് പോകില്ല. എൻ മുമ്പിൽ നീ നടക്കുന്നെങ്കിൽ ഭയത്തോടെ ഞാൻ നിൽക്കില്ല. എൻ കുടുംബത്തെ നിൻ കയ്യിൽ തരുന്നു. എൻ തലമുറ യേശുവിനെ അറിയാം. എൻ ജീവിതം ഉപയോഗിക്കണമേ. ഞാൻ വീണാലും ഉയർത്തണമേ. ഞാൻ തളർന്നാൽ താങ്ങണമേ. എൻ ജീവിതം ഒരു സാക്ഷ്യമാക്കി മറ്റുള്ളവർക്ക് വഴി കാണിക്കണമേ. നീയേ വഴി, നീയേ സത്യം, യേശുവേ, എൻ വഴിയും പ്രത്യാശയും എൻ ഭാവിയും യേശുവേ. നീയേ വഴി, നീയേ സത്യം, നീയേ ജീവൻ യേശുവേ, എൻ വഴിയും പ്രത്യാശയും എൻ ഭാവിയും യേശുവേ. രാത്രി എത്രപേരും പറയും, യേശുവേ നീയാണ് എന്റെ വഴി. ഹല്ലേലൂയ. നീയാണ് പ്രത്യാശ, നീയാണ് ഭാവി. ഹല്ലേലൂയ. അക്കാലയുടെ കർത്താവിനെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. മുന്നിൽ വഴിയില്ലാത്തപ്പോൾ ദൈവം പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. അവൻ അടുത്ത ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അവൻ ഇന്ന് രാത്രി ഉണർന്ന് ഈ സന്ദേശം കേൾക്കുന്നവർ അടുത്തിരിക്കുന്നവരെ തൊട്ട് ആ കൈപിടിച്ച് അല്ലെങ്കിൽ ചങ്കത്ത് കൈവച്ച് ഒന്ന് പറ, മുന്നിൽ വഴിയില്ലാത്തപ്പോൾ ദൈവം പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, പ്രഭാത പുസ്തകം 14 അവൻ നാം ശ്രദ്ധിച്ചാൽ ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറത്തു വന്നു. അല്ലെ? ഹല്ലേലൂയ. അവരുടെ മുന്നിൽ ചെങ്കടൽ. ആമേൻ. ഹല്ലേലൂയ. അതേ പിന്നെയും ഫറവോന്റെ സൈന്യം ഇടത്തും വലത്തും രക്ഷപ്പെടാൻ വഴിയില്ല. മനുഷ്യന്റെ കണക്കിൽ അവർ കുടുങ്ങി. അല്ലെ? ഹല്ലേലൂയ. പക്ഷെ ദൈവത്തിന്റെ കണക്കിൽ അതൊരു വഴി തുറക്കാനുള്ള സ്ഥലമായിരുന്നു. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 14:14. ഹല്ലേലൂയ. ഇപ്രകാരമാണ് അവിടെ നാം വായിക്കുന്നത്. പുറപ്പാട് പുസ്തകം 14:14. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. കരമുയർത്തി നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ട്. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിക്കും. എത്ര ശക്തമായ വചനമാണ്. ഹല്ലേലൂയ. ചില യുദ്ധങ്ങളിൽ ദൈവം നമ്മോട് പറയുന്നു, നീ എന്റെ മേൽ വിശ്വസിക്കും
വിശ്വസിക്കൂ, ഞാൻ പ്രവർത്തിക്കും. നമ്മൾ എല്ലാം സ്വയം ശരിയാക്കാൻ ശ്രമിക്കേണ്ടതില്ല. എല്ലാ വാതിലും സ്വയം തുറക്കാൻ ശ്രമിക്കേണ്ടതില്ല. എല്ലാ മനുഷ്യരെയും മാറ്റാൻ ശ്രമിക്കേണ്ടതില്ല. ചില കാര്യങ്ങളിൽ ദൈവത്തിന്റെ കയ്യിലേൽപ്പിക്കണം. ഹല്ലേലൂയ. പ്രിയരേ, ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ നിന്ന ചെങ്കടൽ എന്നായി. ആ ചെങ്കടലിന്റെ നേരെ മോശ വഴി നീട്ടി, അല്ലേ? അപ്പോൾ ദൈവം വഴി തുറന്നു. ഹല്ലേലൂയ. കടൽ രണ്ടായി പിരിഞ്ഞു. ഹല്ലേലൂയ. ഇസ്രായേൽ ജനങ്ങളിൽ ആ വഴിയിലൂടെ നടക്കുമെന്നൊക്കെ ഉള്ളവിടെയാണ്. ഹല്ലേലൂയ. ശത്രുക്കൾ പിന്തുടർന്നു, പക്ഷേ അതേ വഴി അവരുടെ ശത്രുക്കൾക്ക് രക്ഷയായില്ല. ഇവിടെ അവൻ ഒരു വലിയ സത്യമുണ്ട് പ്രിയരെ. ദൈവം തുറക്കുന്ന വഴി എല്ലാവർക്കും ഒരുപോലായിരിക്കണമെന്നില്ല. ദൈവം നിനക്കായി തുറക്കുന്ന വഴി നിന്റെ വിളിയുമായി ബന്ധപ്പെട്ടതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ മറ്റൊരാളുടെ ജീവിതവുമായി നിന്റെ ജീവിതത്തെ താരതമ്യം ചെയ്യരുത്. ഹല്ലേലൂയ. അവന് വാതിൽ തുറന്നു, അവൾക്ക് അനുഗ്രഹം കിട്ടി, അവരുടെ ജീവിതം മുന്നോട്ട് പോയി. അവൻ എന്ന് നോക്കി സ്വയം പഴിച്ച് തളരരുത്. ഹല്ലേലൂയ. നിന്റെ വഴി ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരാമേ പറഞ്ഞാണ്. ഹല്ലേലൂയ. പ്രിയരെ, അടഞ്ഞ വാതിൽ അവസാനമല്ല. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 8-ൽ അവൻ യേശു പറയുന്നു, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നു. ഹല്ലേലൂയ. അത് അടപ്പാൻ ആർക്കും കഴിയില്ല. സ്നേഹമുള്ളവരെ, ചില വാതിലുകൾ അടയും. ഹല്ലേലൂയ. അതിൽ നമ്മൾ പലരും കരയും. ഹല്ലേലൂയ. ചില വാതിലുകൾ അടയുമ്പോ അവൻ ചിലത് കരയും. ആ സമയത്ത് ചിലർ ചോദിക്കും, അല്ലെങ്കിൽ നമ്മളിൽ പലരും ചോദിക്കും, എന്തുകൊണ്ട് കർത്താവേ? ഒരു കാര്യം മനസ്സിലാക്കണം, എല്ലാ അടഞ്ഞ വാതിലും ശാപമല്ല. ചില അടഞ്ഞ വാതിലുകൾ ദൈവത്തിന്റെ സംരക്ഷണമാണ്. നമ്മൾ പോകാൻ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് അവൻ ദൈവം നമ്മെ പോകാൻ അനുവദിക്കാതെ ഇരിക്കാം. ഹല്ലേലൂയ. കാരണം നമുക്ക് കാണാത്തത് അവൻ ദൈവം കാണുന്നു. നമ്മൾ അറിയാത്തത് ദൈവം അറിയുന്നു. ഹല്ലേലൂയ. നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് ഹല്ലേലൂയ അവൻ ദൈവത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുക. അതുകൊണ്ടാണ് ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ അവൻ എഴുതിയ സദൃശവാക്യങ്ങൾ 3-ാം അധ്യായം അതിന്റെ 5-6 വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, നിന്റെ എല്ലാ വഴികളിലും അവനെ നിരച്ചു കൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. ഹല്ലേലൂയ. അതിന്റെ ശരിയായ ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്, അവൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, നിന്റെ എല്ലാ വഴികളിലും അവനെ അംഗീകരിക്കുക. പലപ്പോഴും അംഗീകരിക്കപ്പെടാൻ പലർക്കും എന്തില്ല, അവൻ മനസ്സില്ല. ഹല്ലേലൂയ. അവൻ പറയുന്ന കാര്യങ്ങളിൽ അവൻ അംഗീകരിക്കാൻ. ഹല്ലേലൂയ. അവൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കാൻ, നിന്റെ എല്ലാ വഴികളിലും അവനെ അംഗീകരിക്കാം, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. ഹല്ലേലൂയ. നമുക്ക് എല്ലാം മനസ്സിലാക്കിയ ശേഷം ഹല്ലേലൂയ ദൈവത്തിൽ വിശ്വസിക്കേണ്ടതില്ല. മനസ്സിലാകാത്തപ്പോഴും നാം ദൈവത്തെ വിശ്വസിക്കണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവം വഴി തുറക്കുന്നത് ഹല്ലേലൂയ നിന്നിലൂടെ മറ്റുള്ളവർക്കും വേണ്ടി. ഹല്ലേലൂയ. അവൻ നിന്നിലൂടെ മറ്റുള്ളവരും അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയാ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നിനക്ക് മാത്രം വഴി തുറക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെയും നിങ്ങളുടെ ജീവിതം മറ്റൊരാൾക്ക് വഴികാട്ടിയാകാനും അവൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. വിശുദ്ധ തിരുവെഴുത്ത് നാം പരിശോധിക്കുമ്പോൾ ഒരു ദിവസം യോസേഫ് തന്റെ ജീവിതത്തിലൂടെ ഒരു കുടുംബത്തെ മാത്രമല്ല ഒരു ജനതയെ സംരക്ഷിക്കാൻ തക്കവണ്ണമിടയാണ്. ഹല്ലേലൂയ. മോശയെ ദൈവം വിളിച്ചപ്പോൾ അത്
മോശയുടെ ജീവിതത്തെ കുറിച്ച് മാത്രമായിരുന്നില്ല, ആമേൻ, ഒരു ജനതയുടെ മോചനത്തെ കുറിച്ചായിരുന്നു. ഹല്ലേലൂയ. ആ വിളിക്കകത്ത് ദൈവം ആമേൻ ആവിഷ്കരിച്ച പദ്ധതി. ദാവീദിന്റെ ജീവിതം അവന്റെ മാത്രം ആമേൻ ചരിത്രമായിരുന്നില്ല. അവന്റെ ജീവിതം ഒരു ജനതയ്ക്ക് ധൈര്യം നൽകുമെന്നൊക്കെ ഉടമ്പടിയായി. ഹല്ലേലൂയ. ആമേൻ. പത്രോസിന്റെ ആമേൻ വീഴ്ച, ഹല്ലേലൂയ, അല്ലേ, തള്ളി പറഞ്ഞതും ആമേൻ പടകും വലകയും എടുത്തോണ്ട് പോയതും, ഹല്ലേലൂയ, അവൻ അവിടെ അവസാനിച്ചില്ല. യേശു അവനെ ആമേൻ വീണ്ടും പുനഃസ്ഥാപിച്ചു. ഹല്ലേലൂയ. പിന്നീട് അവൻ അനേകർക്ക് സുവിശേഷം പ്രസംഗിക്കുവാൻ തക്കവണ്ണം അഭിഷേകമുള്ളവനായി മാറുവാനിടയായി. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ ഇന്ന് നിങ്ങളോട് പറയട്ടെ, ദൈവം നിങ്ങളെ ഉയർത്തുന്നത് നിങ്ങളെ മാത്രം ഉയർത്താനല്ല, നിങ്ങളുടെ കുടുംബം ഉയരാൻ. ഹല്ലേലൂയ. നിങ്ങളുടെ മക്കൾ ദൈവത്തെ അറിയാൻ, ആമേൻ, നിങ്ങളുടെ ആമേൻ തലമുറകൾ വഴിതെറ്റാതെ നിൽക്കാൻ. ഹല്ലേലൂയ. നിങ്ങളെ കണ്ടുകൊണ്ട് മറ്റൊരാൾ ക്രിസ്തുവിലേക്ക്, വിശ്വാസത്തിലേക്ക് ആമേൻ ചേർന്ന് വരുവാൻ. ഹല്ലേലൂയ. അതുകൊണ്ട് സങ്കീർത്തനം 145 ആമേൻ 4 ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. വായിച്ചാട്ടെ. സങ്കീർത്തനം 145:4. ഹല്ലേലൂയ. തലമുറ തലമുറയോട് നിന്റെ ക്രിയകളെ പുകഴ്ത്തി നിന്റെ വീരപ്രവൃത്തികൾ പ്രസ്താവിക്കും. ഒരു തലമുറ മറ്റൊരു തലമുറയോട് നിന്റെ പ്രവൃത്തികളെ സ്തുതിക്കും. ഹല്ലേലൂയ. പ്രിയരേ, ഇതാണ് നമ്മുടെ ദർശനം. ഹല്ലേലൂയ. നമ്മുടെ മക്കൾ നമ്മിൽ നിന്ന് വീടോ പണമോ വിദ്യാഭ്യാസമോ മാത്രം അവകാശമായി സ്വീകരിക്കരുത്. ഹല്ലേലൂയ. അവൻ നമ്മിൽ നിന്ന് വിശ്വാസം സ്വീകരിക്കണം. ഹല്ലേലൂയ. അവൻ നമ്മിൽ നിന്ന് പഠിക്കണം. ഹല്ലേലൂയ. പ്രശ്നം വന്നാൽ അമ്മ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. പ്രശ്നം വന്നാൽ അച്ഛൻ ദൈവത്തിൽ ആശ്രയിക്കും. ഹല്ലേലൂയ. വീഴ്ച വന്നാലും ഈ കുടുംബം യേശുവിനെ ഉപേക്ഷിക്കില്ല. അങ്ങനെയാണ് അവൻ ഒരു തലമുറ തുറക്കുന്നത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി നമ്മുടെ മുമ്പിൽ അടയപ്പെട്ട വാതിലുകളെ നോക്കി തളരരുത്. ആമേൻ. ഹല്ലേലൂയ. ആ വിഷയങ്ങളെ ദൈവകരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിക്കുന്നവരായി മാറണം. ഹല്ലേലൂയ. ആമേൻ. സ്വന്തം വിവേകത്തിലോ സ്വന്തം ബുദ്ധിയിലോ ആശ്രയിക്കാതെ ആമേൻ ദൈവത്തിൽ ആശ്രയിക്കണം. ഹല്ലേലൂയ. ആമേൻ. ഒരു പ്രശ്നം വന്നാൽ ഹല്ലേലൂയ അമ്മ പ്രാർത്ഥിക്കും. പ്രശ്നം വന്നാൽ അച്ഛൻ ദൈവത്തിൽ ആശ്രയിക്കും. വീഴ്ച വന്നാലും ഈ കുടുംബം യേശുവിനെ ഉപേക്ഷിക്കുകയില്ല. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ ആമേൻ ആയിരിക്കുന്ന ഒരു കുടുംബ മുഖാന്തരം അടുത്ത തലമുറ ആമേൻ എഴുന്നേൽക്കുവാൻ തക്കവണ്ണമിടയാകും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ഹല്ലേലൂയ കഴിയുമെങ്കിൽ കണ്ണുകൾ അടച്ചാട്ട് ആമേൻ നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ അതേ വഴിയിൽ നിന്ന് തോന്നുന്ന ആ കാര്യം ദൈവത്തിന്റെ മുമ്പിൽ വെച്ചാട്ട് ഹല്ലേലൂയ പേര് പറയേണ്ട, വിശുദ്ധീകരിക്കേണ്ട, ദൈവത്തിനറിയാം നിങ്ങളുടെ മുമ്പിലെ വിഷയം എന്താണെന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടച്ചാട്ട് സ്വർഗ്ഗീയ പിതാവേ, ഈ രാത്രിയിൽ അങ്ങയുടെ മക്കളെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. മുന്നിൽ വഴി കാണാതെ തളർന്നിരിക്കുന്നവരെ ശക്തീകരിക്കണമേ. വർഷങ്ങളായി കാത്തിരിക്കുന്നവരെ ഓർക്കണമേ. മൗനത്തിൽ കരയുന്നവരുടെ കണ്ണുനീരിൽ കാണണമേ. ഭയത്തിന്റെ ബന്ധനം അഴിഞ്ഞു പോകട്ടെ. നിരാശയുടെ ബന്ധനം അഴിഞ്ഞു പോകട്ടെ. പരാജയ ബോധത്തിന്റെ ബന്ധനം അഴിഞ്ഞു പോകട്ടെ. എനിക്കിനി വഴിയില്ല എന്ന ചിന്തയിൽ നിന്ന് വിടുതൽ ഉണ്ടാകട്ടെ. കർത്താവേ, അങ്ങ് അടയ്ക്കേണ്ട വാതിൽ അടയ്ക്കണമേ. അങ്ങ് തുറക്കേണ്ട വാതിൽ തുറക്കണമേ. അങ്ങ് ഒരുക്കുന്ന വഴിയിലൂടെ നടക്കാനുള്ള ജ്ഞാനം തരണമേ. കുടുംബങ്ങളിൽ സമാധാനം വരുത്തണമേ. തകർന്ന ബന്ധങ്ങളിൽ സൗഖ്യം വരുത്തണമേ. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ശരിയായ വഴികൾ തുറക്കണമേ.
ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കണമേ. രോഗത്താൽ വേദനിക്കുന്നവരെ കരുണയിൽ സ്പർശിക്കണമേ. ആത്മീയമായി തളർന്നവർക്ക് വീണ്ടും തീരുമാനമേ. ഇന്ന് രാത്രി എന്നോട് ചേർന്ന് പ്രഖ്യാപിച്ചാട്ടെ, ഹല്ലേലൂയ. മരുഭൂമിയിൽ വഴിയുണ്ടാകട്ടെ, വരണ്ട നിലങ്ങളിൽ നദി ഒഴുകട്ടെ, അടഞ്ഞ വാതിലുകൾക്കപ്പുറം ദൈവം ഒരുക്കിയ വാതിൽ തുറക്കപ്പെടട്ടെ. നിരാശയ്ക്ക് പകരം പ്രത്യാശ വരട്ടെ, ഭയത്തിന് പകരം വിശ്വാസം വരട്ടെ, ബന്ധനത്തിന് പകരം സ്വാതന്ത്ര്യം വരട്ടെ. ഹല്ലേലൂയ. കണ്ണുനീരിന് ശേഷം സാക്ഷ്യം വരട്ടെ. തളർന്ന ഹൃദയങ്ങളിൽ പുതിയ ശക്തി വരട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവമേ, ഇന്ന് രാത്രി ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഇന്നത്തെ കൂട്ടായ്മ അവസാനിപ്പിക്കാം. ദൈവം എന്റെ ജീവിതത്തിൽ വഴി തുറന്നാൽ ആ വഴിയിലൂടെ ഞാൻ ആരെയും ക്രിസ്തുവിലേക്ക് കൊണ്ടുവരും. ദൈവം എന്റെ ജീവിതത്തിൽ ഒരു വഴി തുറന്നാൽ ആ വഴിയിലൂടെ ഞാൻ ആരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരും. നിന്റെ മകൻ, നിന്റെ സഹോദരൻ, നിന്റെ സുഹൃത്ത്, നിന്റെ അയൽവക്കക്കാർ, നിന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ, ആരെങ്കിലും നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നത് മാത്രം അല്ല ലക്ഷ്യം. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ക്രിസ്തുവിലേക്കുള്ള ഒരു പാലമാകണം. നമ്മുടെ വീടുകളിൽ നിന്ന് ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. പ്രാർത്ഥിക്കുന്ന തലമുറ, വചനം വായിക്കുന്ന തലമുറ, വിശുദ്ധിയിൽ നടക്കുന്ന തലമുറ, പരിശുദ്ധാത്മാവിനാൽ നിറയുന്ന തലമുറ, സുവിശേഷത്തിനായി എഴുന്നേൽക്കുന്ന തലമുറ, യേശുവിനെ ലജ്ജിക്കാതെ പ്രഖ്യാപിക്കുന്ന തലമുറ. ഒരു തലമുറ ക്രിസ്തുവിലേക്ക് തിരിയട്ടെ. ഒരു തലമുറ ക്രിസ്തുവിൽ വേരൂന്നട്ടെ. ഒരു തലമുറ പരിശുദ്ധാത്മാവിനാൽ നിറയട്ടെ. ഒരു തലമുറ ദൈവ രാജ്യത്തിനായി എഴുന്നേൽക്കട്ടെ. പരിശുദ്ധനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ പുത്രനും രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ കയ്യിൽ ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു. ഞങ്ങൾ വഴി കാണാത്തപ്പോൾ അവിടുന്നാണ് വഴി എന്ന് ഗ്രഹിച്ചുകൊണ്ട്, ഞങ്ങൾക്ക് പ്രതീക്ഷയില്ലാത്തപ്പോൾ അവിടുന്നാണ് ഞങ്ങളുടെ പ്രത്യാശ. ഞങ്ങൾ തളരുമ്പോൾ അവിടുന്നാണ് ഞങ്ങളെ ശക്തീകരിക്കുന്നത്. ഞങ്ങളുടെ വീടുകളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ, അവിടുത്തെ വഴിയിൽ ഞങ്ങളെ നടത്തണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ പ്രാർത്ഥന വർദ്ധിക്കട്ടെ. ഞങ്ങളുടെ വീടുകളിൽ വചനത്തിന്റെ ശബ്ദം ഉയരട്ടെ. ഞങ്ങളുടെ ജീവിതത്തിലൂടെ അടുത്ത തലമുറ യേശുവിനെ കാണട്ടെ. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നതിലുപരി ഞങ്ങളെ അനുഗ്രഹമാക്കണമേ. ഞങ്ങളെ ഉയർത്തണമേ എന്നതിലുപരി മറ്റുള്ളവരെ ഉയർത്തണമേ. ഞങ്ങളുടെ ജീവിതം അവസാനിച്ച ഞങ്ങളുടെ വിശ്വാസം അടുത്ത തലമുറയിൽ തുടരട്ടെ. ഞങ്ങളുടെ മക്കൾ പറയട്ടെ, എന്റെ മാതാപിതാക്കൾ യേശുവിനെ സ്നേഹിച്ചു. അവരുടെ മക്കൾ പറയട്ടെ,
ഞങ്ങളുടെ കുടുംബം പ്രാർത്ഥനയിൽ നിന്നു. അങ്ങനെ ഒരു തലമുറ മറ്റൊരു തലമുറയോട് അവിടുത്തെ പ്രവൃത്തികളെ പ്രസ്താവിക്കട്ടെ. അവിടുത്തെ പുത്രനും രക്ഷകനുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയാചിക്കുന്നു, കൃപയോടെ കേൾക്കുന്നു, അത്ഭുത പിതാവേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ സന്ദേശം ഒരു വാക്കി അവൻ ഓർക്കുക. വഴിയില്ല എന്ന് തോന്നുന്നിടത്ത് ദൈവം വഴി തുറക്കും. ഹല്ലേലൂയ. അതിനോടൊപ്പം മറ്റൊരു കാര്യം കൂടെ ഓർക്കണം. ദൈവം എനിക്ക് വഴി തുറക്കുന്നത് ഞാൻ മാത്രം അതിലൂടെ നടക്കാനല്ല, എന്നിലൂടെ മറ്റുള്ളവരും ക്രിസ്തുവിന്റെ വഴിയിലേക്ക് വരാനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് തളരരുത്, പ്രാർത്ഥന ഉപേക്ഷിക്കരുത്, വചനം ഉപേക്ഷിക്കരുത്, യേശുവിനെ ഉപേക്ഷിക്കരുത്. നിങ്ങളുടെ ജീവിതം ഒരാളുടെ പ്രത്യാശയാകട്ടെ. നിങ്ങളുടെ കുടുംബം ഒരു പ്രാർത്ഥനാ ഭവനമാകട്ടെ. നിങ്ങളുടെ മക്കൾ ക്രിസ്തുവിനായി എഴുന്നേൽക്കട്ടെ. ഇന്ന് നമ്മൾ യേശുവിനായി നിൽക്കാം. നാളെ ഒരു തലമുറ യേശുവിനായി എഴുന്നേൽക്കട്ടെ. യേശു വലിയവനാണ്, യേശു വഴിയാണ്, യേശു സത്യമാണ്, യേശു ജീവനാണ്. ഹല്ലേലൂയ. എല്ലാവർക്കും ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല രാത്രി, അടുത്തൊരു പ്രഭാതം ദൈവദാനമായി നൽകട്ടെ. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. മാറാനാണ്ട ദൈവം കൂടെ ഇരിക്കും. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതയിലും ഫാമിലി, നിങ്ങൾക്ക് ഈ കൂട്ടായ്മ അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പർ റിക്വസ്റ്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം വീണ്ടും ലൈവിൽ ഒരുമിച്ച് കൂടാം. അതുവരെ ദൈവമായ കർത്താവ് എല്ലാവരെയും അവിടുകളിലായി സൂക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ. God bless you. See you. ഈ ഗാനം ശ്രമിച്ചാൽ. ഹല്ലേലൂയ. യേശുവേ യേശുവേ വഴി കാണാത്ത നേരത്ത് എൻ മുമ്പിൽ വഴി തുറക്കണമേ. ഇരുളായ വഴികളിൽ പോലും നിൻ വെളിച്ചം എന്നെ നടത്തണമേ. മരുഭൂമിയിൽ നീ ഒരു വഴി, വരണ്ട നിലത്തിൽ നീ ഒരു നദി, എൻ കണ്ണുകൾ കാണാത്ത വഴിയിൽ വിശ്വാസത്തോടെ നടത്തണമേ. അടഞ്ഞ വാതിലുകൾ കണ്ടാലും ഞാൻ പിന്നോട്ട് പോകില്ല. എന്നും മുമ്പിൽ നീ നടക്കുന്നെങ്കിൽ ഭയത്തോടെ ഞാൻ നിൽക്കില്ല. എൻ കുടുംബത്തെ നിൻ കയ്യിൽ തരും.
യേശുവേ